അല്ല, ഇന്നിപ്പോൾ ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, അതിൽ തുടങ്ങുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ അടുത്ത പൂരത്തിൻ്റെ തീയതി ദേവസ്വങ്ങൾ സംയുക്തമായി പ്രഖ്യാപിച്ചു. മെയ് 6-ാം തീയതി. ഇനി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളുടെ ഒരുക്കത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ മെയ് 6-ാം തീയതി അടുത്ത പൂരത്തിൻ്റെ തീയതി പ്രഖ്യാപിച്ച്, മെയ് 6 അടുത്ത പൂരത്തിൻ്റെ തീയതി പ്രഖ്യാപിച്ച് അതിൽ വളരെ അഭിമാനപൂർവ്വം ഉപചാരം ചൊല്ലി സന്തോഷത്തോടെ ദേവസ്വങ്ങൾ ദേവിമാർ പിരിഞ്ഞ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൂരം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരു കേന്ദ്രമാണെങ്കിലും പൂരം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അകത്തുള്ള അവരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനകരമായ ഒരു അടയാളപ്പെടുത്തലാണ്. ഈ പൂരത്തിന് വേണ്ടിയാണ് ഒരു വർഷക്കാലം നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നത്. ഓരോ ദിവസവും ഈ പൂരത്തിൻ്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് വളരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ദേവസ്വം നടത്തി വരുന്നത്, ഗവൺമെൻറ് സഹായിക്കുന്നത്, ജില്ലാ ഭരണകൂടം കേന്ദ്രീകരിക്കുന്നത്. ആ വിധത്തിൽ ഈ പൂരം ശ്രദ്ധേയമാക്കാൻ ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തിയ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അത് കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവമ്പാടിയും പാറമേക്കാവും ഉൾപ്പെടെയുള്ള 10 ഘടകപൂരങ്ങളും അതിൻ്റെ ഭാരവാഹികളും മാത്രമല്ല, പൂരപ്പറമ്പിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറ്റവും അടിസ്ഥാനപരമായ ജോലികളിൽ ഉൾപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള മനുഷ്യരുടെ ഒരു വലിയ വിജയമായി പൂരത്തിലെ ലോകം ശ്രദ്ധിക്കുന്ന ഈ കൂട്ടായ്മ അവസാനിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ പൂരവുമായി ബന്ധപ്പെട്ട് പൂരം മുടങ്ങിയെന്നും പൂരം തുടരാനാവില്ലെന്നും ഒക്കെയുള്ള പ്രസ്താവനകൾ ആ നേരത്ത് ഉണ്ടായ ചില വാർത്തകളെ സംബന്ധിച്ച് ചില തെറ്റായ ധാരണകൾ മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂരത്തിൻ്റെ വെടിക്കെട്ടിന് ഇത്തിരി നേരം വൈകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വങ്ങൾ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കും. അതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഓരോ വർഷവും കൂടുതൽ ഗംഭീരമായി പൂരം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്, ആരെങ്കിലും ഒരാളല്ല, എല്ലാവരും കൂടിയിട്ടുള്ള കൂട്ടായ്മ. എത്ര പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടു. പൂറ്റിങ്ങൽ വെടിക്കെട്ട് നടന്ന സമയം കേരളത്തിൽ ഒരു സ്ഥലത്തും വെടിക്കെട്ട് നടക്കാതിരുന്നപ്പോൾ തൃശ്ശൂരിന് നടക്കില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടില്ലേ? ആ ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് ആ വെടിക്കെട്ട് നടത്താൻ വേണ്ടി കഴിഞ്ഞു. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ എഴുന്നള്ളിക്കാൻ പ്രത്യേകിച്ച് നെയ്തിലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി എല്ലാ വർഷവും പൂര വിളംബരം നടത്തിയിരുന്ന തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ ആ ഘട്ടത്തിൽ ആകില്ല എന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ ആന പ്രേമികളും പൂരപ്രേമികളും ഒക്കെ പ്രയാസകരമായ അനുഭവം ഉണ്ടായപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തന്നെ അന്ന് നട തുറന്ന അഭിമാനകരമായ അനുഭവത്തിലേക്ക് പോയി. ദേവസ്വവുമായി ബന്ധപ്പെട്ടും പൂര നടത്തിപ്പുമായി ബന്ധപ്പെട്ടും നിരവധി കോടതി വിധികളും പെസോ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടായ ഒരു കാലമാണിത്. സ്വാഭാവികമായിട്ടും കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിലവിലുള്ള ഒരു ഘട്ടം എന്ന നിലയിൽ പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കുറവും അല്ലെങ്കിൽ മാറി വന്നവരുടെ ധാരണകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. എന്നാൽ എല്ലാവരുടെയും ലക്ഷ്യം പൂരം ഗംഭീരമായി നടത്തുക, സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു. ആ വിധത്തിൽ അത് മുന്നോട്ട് പോയി. ഇടക്കാലത്ത് മുറിയുകയല്ല, ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ ഒരു ചടങ്ങും ഭേദമില്ലാത്ത വിധം അത് നടത്തപ്പെട്ടു. എന്നാൽ ഇടനേരത്തുണ്ടായ ഒരു പ്രയാസം നമുക്കെല്ലാവർക്കും ദുഃഖകരം എന്ന് പറയാവുന്ന, നിർഭാഗ്യകരം എന്ന് പറയാവുന്ന ഒരു സംഭവത്തെ തുടർന്ന് അത് പരസ്പരം ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്താൻ കുറച്ച് നേരം പിടിച്ചു. അതുകൊണ്ട് തന്നെ പുലർച്ചെ ആരംഭിക്കേണ്ട വെടിക്കെട്ട് ഒരു ധാരണയിലെത്തിയതിന് ശേഷം മാത്രം നിറച്ചാൽ മതി എന്നൊരു പൊതുധാരണയിലേക്ക് വന്നു. അതാദ്യം ഒരു സംഘം നിറയ്ക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് വന്നു. മറ്റവരും ഒരു പ്രയാസവുമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും വ്യക്തിപരമായി ഒക്കെ അവരുമായി വിളിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണെങ്കിലും പൂരം നടത്തുക എന്ന ഉത്തരവാദിത്വത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഉറച്ച ബോധത്തോടെ നല്ല പക്വത കാണിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഇടപെടാൻ ദേവസ്വങ്ങൾക്ക് കഴിഞ്ഞു. അതിൻ്റെ നേതൃത്വനിരയിൽ ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടങ്ങളും ഒരുമിച്ച് നിന്നു. പ്രതിസന്ധിയെ മറികടക്കുക, തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായ പൂരം നമ്മുടേതാണെന്ന തിരിച്ചറിവോടെ നടത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ പൂരം എന്നൊറ്റ വികാരമേ തൃശ്ശൂർക്കാർക്കുള്ളൂ. അതിനെ ഏതെങ്കിലും വിധത്തിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കാനോ ലാഭമുണ്ടാക്കാനോ തൃശ്ശൂരിനെ അറിയുന്ന ഒരാളും ശ്രമിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, ബന്ധപ്പെട്ട ആളുകളുമായി ഇനി നമുക്ക് സംസാരിക്കാനിരിക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ നമ്മൾ പരിശോധിക്കും. പൂരം അടുത്ത വർഷം തോറും മാറ്റേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കടുത്ത നടപടികളെടുക്കും. ഇപ്പോൾ 2 വർഷക്കാലം മുമ്പ് നടന്ന പൂരത്തിൽ
സാമ്പിൾ വെടിക്കെട്ട് മുതൽ തന്നെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളില്ലേ, ആളുകളെ നിർത്തിയില്ലെങ്കിൽ പൊട്ടിക്കാൻ പറ്റില്ല എന്ന പ്രശ്നമുണ്ടായി, ആളുകൾ എത്ര മീറ്റർ നീക്കണം എന്ന പ്രശ്നമുണ്ടായി. പെസോ കടുത്ത നിബന്ധനകളിലേക്ക് പോയി. സർവേ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് പ്രത്യേകമായി നമ്മൾ അളപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ കഴിഞ്ഞ തവണ ഈ ഇപ്പോൾ കാണാവുന്ന വിധത്തിൽ പ്രൈഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ബാരിക്കേഡിൻ്റെ പിന്നിൽ നിൽക്കാൻ ആളുകൾക്ക് അവസരം കിട്ടി. അപ്പോൾ ഓരോന്നുമായി പരിശോധിച്ചു കൂടുതൽ പൂരത്തെ ജനകീയമാക്കാനും ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കയില്ലാത്ത വിധം നടത്തിക്കാനും ആവശ്യമായ നടപടികൾ എന്താണോ അതെല്ലാം എടുക്കും. സ്വാഭാവികമായിട്ടും കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ വിളിച്ചു ചേർക്കപ്പെട്ട യോഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ചിലതിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിലും ജില്ലാ ഭരണകൂടവും ദേവസ്വങ്ങളും ഉയർന്ന പക്വതയോടെ തന്നെ ഈ കാര്യത്തിനെ സമീപിച്ചു. സ്വാഭാവികമായും കൃത്യനേരത്ത് പൊട്ടാത്തത് കൊണ്ട് ചില പ്രയാസങ്ങൾ ബന്ധപ്പെട്ടവർക്കുണ്ടായെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് തൃശ്ശൂരിൻ്റെ പൂരം എന്ന ആവേശകരമായ അനുഭവം ആദ്യത്തെ വെടിപൊട്ടുന്നത് മുതൽ ആളുകളുടെ മനസ്സിലും മുഖത്തിലും ഉണ്ടായിരുന്നു. ഈ സന്തോഷത്തോടെ പിരിയുകയാണ് ഏറ്റവും നല്ലത്. മറ്റു കാര്യങ്ങളെല്ലാം തുടർന്ന് നമുക്ക് പരിശോധിച്ച് ആവശ്യമായ നടപടി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാമലീല ഉയർത്തുന്നതിനുള്ള സർക്കാരിൻ്റെ പ്രതികാരമാണ് തിരുവമ്പാടിയോട് ഉണ്ടായതെന്ന് BJP ആരോപിക്കുന്നു. ഞാനത് കേട്ടില്ല. അങ്ങനെ സാധാരണ നിലയിലൊരു രാഷ്ട്രീയ പാർട്ടിയും ആരോപിക്കില്ല. അതും ഇതും ഒക്കെ തമ്മിലുള്ള എന്ത് ബന്ധമാണുള്ളത്, അതേതെങ്കിലും മുതലെടുപ്പാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണോ? അങ്ങനെയൊന്നും ഒരു ചർച്ചയ്ക്ക് ഇടമില്ല. തൃശ്ശൂരിൻ്റെ പൂരം തൃശ്ശൂരിൻ്റെ മാത്രം പ്രശ്നമാണ്. തൃശ്ശൂരിൻ്റെ പൂരത്തിനുണ്ടായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച കോടതി അഭിപ്രായവും അതുമായി ബന്ധപ്പെട്ട കാര്യം തൃശ്ശൂരിൻ്റെ മാത്രമാണ്. എല്ലാവരുടെയും, നിങ്ങൾ നേരത്തെ പറഞ്ഞവരുൾപ്പെടെ തൃശ്ശൂരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാവിലെ പിരിയുമ്പോൾ വളരെ സന്തോഷകരമായി ഇത് നടത്താമെന്ന ധാരണയിൽ പിരിയുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് കൂടിയാലോചിക്കുകയാണ്. അതിൽ പ്രത്യേക ഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും അത്തരത്തിലുള്ള ചെറിയ പ്രസ്താവനകളുണ്ടെങ്കിൽ അത് അപ്പോൾ തോന്നിയ ഏതെങ്കിലും വികാരത്തിൻ്റെ പുറത്താകും എന്ന് വിചാരിക്കാം. ഒരു തർക്കത്തിനല്ല തൃശ്ശൂരിൻ്റെ ശ്രമം. തൃശ്ശൂർക്കാർ എന്ന വികാരത്തിലാണ് ഈ പൂരം നടത്തുന്നത്. തൃശ്ശൂരിനെ അറിയാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് പൂരം പോലീസിനെ ഉപയോഗിച്ച് BJPക്ക് വേണ്ടി കുളവാക്കി എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും ഓരോന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൂടുതൽ കേൾക്കട്ടെ. ഇവിടെ ആരും തൃശ്ശൂർക്കാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാഭവും നേടാൻ തയ്യാറാകില്ല. അങ്ങനെ ആരെങ്കിലും ലാഭം നേടാൻ തൃശ്ശൂരിനെ കരുവാക്കിയാൽ തൃശ്ശൂർക്കാർ അത് തിരിച്ചറിഞ്ഞ് ഉയർന്ന ബോധത്തോടെ പെരുമാറാനുള്ള നല്ല പക്വതയും ബോധവും ഉള്ളവരാണ് തൃശ്ശൂർക്കാർ. തൃശ്ശൂരിനെ അറിയാത്ത, പൂരത്തെ അറിയാത്ത ആളുകൾ ഇതിന്റെ ചുമതല ഏറ്റെടുത്താണ് ഈ പ്രശ്നങ്ങൾ കാരണം. അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ചോദിച്ചത് അത് നല്ലതുപോലെ നോക്കി എന്താണ് ഉണ്ടായത് എന്ന പരാതിയും അതിൻ്റെ സംഭവങ്ങളും നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് പരിശോധിക്കാനും പരിഹരിക്കാനും ആവശ്യമാണ്. പോലീസ് പൂരം പോലെ നടന്നത് കാരണം ഇന്നലെ തന്നെ മടത്തിൽ വരെ വരുമ്പോഴോ പോലീസ് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ, ഞാൻ പറഞ്ഞില്ല, നമ്മൾ എത്ര കാലമായി പൂരം കാണുന്നതാണ്. പൂരത്തിന് ആളുകളുടെ എണ്ണത്തിൽ വല്ല കുറവുണ്ടായ ഇന്നലത്തെ നമ്മുടെ കുടമാറ്റം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായ എലഞ്ഞിത്തറ മേളത്തിന് ഒരു ഇഞ്ച് ഇടമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്ന എവിടെയെങ്കിലും കിട്ടിയോ? മഠത്തിൽ വരവിൽ ഞാൻ പോയി കണ്ടതാണ്. ആ മഠത്തിൽ വരവുൾപ്പെടെയുള്ള ഇതിൽ നല്ലതുപോലെ ഇപ്പോൾ പാറമേക്കാവിൻ്റെ രാത്രിയുള്ള വരവിന് ബാരിക്കേഡ് മാറ്റി 7 ആനകൾക്ക് ഒരുമിച്ച് എഴുന്നള്ളണം എന്ന് പറഞ്ഞു. അവിടുത്തെ സാഹചര്യം ഗുണകരമായതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളോ തടുക്കലുകളോ ഉണ്ടായിട്ടില്ല. ദേവസ്വങ്ങളുടെ അഭിപ്രായം വളരെ ശ്രദ്ധയോടെ കേൾക്കും. അവരിതിൻ്റെ മുഖ്യ ഘടകങ്ങളാണ് ഈ പൂരത്തിൻ്റെ. അതിനൊന്നും ഒരു തരത്തിലുള്ള സങ്കുചിത താല്പര്യമോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രീണനമോ ഏതെങ്കിലും വിധത്തിലുള്ള വിദ്വേഷമോ ഇല്ലാതെ ആ കാര്യങ്ങൾ നടത്തി ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും.